ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനുമായിട്ട് മട്ടൻ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതാക്കിലോ ഞാൻ ഇറച്ചെടുത്തിന്. അതിനെ കഴുകി കുക്കറിൽ കിട്ടണം. അതിലേക്ക് ഗരം മസാല 2 തേജ്പത്ത, ജീരകം, ബഡി സോപ്പ്, വലിയ ഏലക്ക, ചത്രി ഫുള്ള്, ഇതില്ലേ കെത്തൻ്റെ കഷ്ണം എടുത്തിന്, ജൈഫലിൻ്റെ കഷ്ണം, പിന്നെ ഇടിമല്ലി ഇല്ലേ 2 സ്പൂൺ ഇടിമല്ലി എടുക്കണം. അതില്ലാതിനെ കൊണ്ട് ഞാൻ പൊടിച്ച മല്ലി എടുത്തു. പിന്നെ പച്ചമുളക്, തൈര്, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഞാൻ മിക്സാക്കി കൊടുക്കണം. പിന്നെ ഇടി വെളുത്തുള്ളി 2 എണ്ണം എടുക്കണം. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടിടണം. പിന്നെ 2 എണ്ണം ഉള്ളി ഞാൻ എടുത്തിന്, ഉള്ളി ഇടണം. ഇതിനെ മൂടിയിട്ട് വേവിക്കാൻ വെക്കണം. പിന്നെ അത് വെന്ത് കഴിഞ്ഞാൽ ഒരു അരിപ്പക്കത്ത് ഇട്ടിട്ട് ഞാൻ ഇറച്ചിനെല്ലാം ഒരു സൈഡിലാക്കിയിട്ട് എടുത്തിന്. മസാലനെ ഇല്ലേ ഇതേമാതിരി അരിപ്പക്കത്തിട്ടിട്ട് ഈ സ്പൂണിൽ അതിനെ നല്ല ഇതാക്കിയിട്ട് എടുക്കണം ഇതേമാതിരി. പിന്നെ അതിൻ്റെ വെള്ളം ഒരു സൈഡിൽ മാറ്റി വെക്കണം. ഇതിനെ കളയണം. പിന്നെ ഞാൻ കുറച്ച് എണ്ണ എടുത്തിന്. പിന്നെ ഗരം മസാല എടുത്തിന്. ഗരം മസാല, ജീരകം, കെത്ത, ഏലക്ക, കുരുമുളക്, ലോങ്ക്. എണ്ണ ചൂടാകുമ്പോൾ ഇടണം. പിന്നെ 2 എണ്ണം ഉള്ളി എടുത്തിന് ഇതേമാതിരി. ഉള്ളി കായുന്നത് വരെ ഇളക്കിയിട്ട് കൊടുക്കണം. നല്ല മിക്സാക്കിയിട്ട് കൊടുക്കണം. ഇതേമാതിരി ഉള്ളി കഴിഞ്ഞ പിന്നെ ഞാൻ പച്ചമുളക് അരച്ചിട്ട് വെച്ചിന്. കുറച്ച് പച്ചമുളക് ഇടണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല ഇളക്കിയിട്ട് കൊടുക്കണം. ഇതേമാതിരി ഇതിൻ്റെ മണം മാറുന്നത് വരെ ഇളക്കിയിട്ട് കൊടുക്കണം. ഇളക്കിയിട്ട് കൊടുത്ത പിന്നെ നമ്മൾ ഇറച്ചി വേവിച്ചിട്ട് വെച്ചിട്ടില്ലേ ഒരു സൈഡിൽ, അതിനിട്ടിട്ട് കൊടുക്കണം. വെള്ളം ഒഴിക്കാൻ പാടില്ല. പിന്നെ ഈ മസാല നല്ല ഇറച്ചീനെ മിക്സാക്കിയിട്ട് കൊടുക്കണം. ഇതേമാതിരി നോക്കാമല്ലോ നല്ല മസാല പിടിക്കണം. പിന്നെ ഞാൻ ഒരു സൈഡിലില്ല ഗരം മസാല എടുത്തിന്, ജീരകം, ഏലക്ക, കെത്ത, പിന്നെ ജൈഫലിൻ്റെ കഷ്ണം, ഇത് ജാവിത്രി. പിന്നെ അതിനില്ല മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് വെക്കണം. പൊടിച്ചിട്ട് ഒരു സൈഡിൽ വെക്കണം മിക്സിയിൽ. നോക്കി ഇതേമാതിരി തന്നെ ഇപ്പം ഇടാൻ പാടില്ല. പിന്നെ നോക്കല്ലേ ഇറച്ചി നല്ല മിക്സായി കിട്ടീന്. പിന്നെ ഈ വെള്ളം എടുത്തിട്ട് വെച്ചിട്ടില്ലേ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ആലു വേണം കിട്ടിയിട്ട് കൊടുക്കണം. ആലുട്ടെ പിന്നെ അരി കയറ്റി വെച്ചിന്. ഞാൻ 2 ഗ്ലാസ് അരി ഒഴിച്ച് വെച്ചിന്. ഉപ്പിടണം ഇല്ലെങ്കിൽ ആവശ്യത്തിന്. പിന്നെ തീ വെച്ചാക്കിയിട്ട് കൊടുക്കണം. ഇത് ഗ്യാസ് ഫാസ്റ്റാക്കിയിട്ട് വെക്കണം. ഇത് തിളക്കുന്നത് വരെ. പിന്നെ തിളച്ച പിന്നെ ഇല്ലേ മെല്ലെ ഗ്യാസാക്കിയിട്ട് ഈ ഗരം മസാല ഇട്ടിട്ട് മൂടി വെക്കണം വെള്ളം പറ്റുന്നത് വരെ. വെള്ളം പറ്റിയ പിന്നെ ഇല്ലേ ഞാൻ പുതിന, കൊത്തമ്പീർ, പച്ചമുളക് കുത്തമുറിച്ചിട്ട് ഇട്ടിന് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കൊടുക്കണം. ഇതേമാതിരി ഇതിട്ടിട്ട് കൊടുത്തേ പിന്നെ ഞാനില്ലേ മുകളിലേക്ക് ഇത് നെയ്യ് ഇട്ടിട്ട് കൊടുക്കുന്നു. അമൂൽ നെയ്യ് ഒറിജിനൽ നെയ്യ് ഇട്ടിട്ട് കൊടുക്കണം ഇതേമാതിരി. പിന്നെ അതിനെ നല്ല ഒരു 10 മിനിറ്റ് മൂടി വെക്കണം വെള്ളമെല്ലാം പറ്റുന്നത് വരെ. വൈറ്റ് പുലാവ് റെഡി. നോക്കൂ ഇതേമാതിരി മൂടിയിട്ട് വെക്കണം. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഇത് തുറന്നിട്ട് നോക്കണം. ഇതാ വെള്ളമെല്ലാം പറ്റിയിട്ട് നോക്കാമല്ലോ വൈറ്റ് പുലാവ് റെഡി. പിന്നെ സ്പൂണിൽ ഇതേമാതിരി ഇളക്കിയിട്ട് കൊടുക്കണം. നോക്കി ഇതേമാതിരി ഇളക്കിയിട്ട് കൊടുക്കണം. ഇതേതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും.